നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുത്തുന്ന മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്നറിയോ? ലാക്ക് ഓഫ് ഐ കോണ്ടാക്റ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരാൾ സംസാരിക്കാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഒരു അക്ഷരം നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ അവർ നമ്മളെ വിലയിരുത്തിയിട്ടുണ്ടാവും. അതിൽ കാരണം എന്താണ്? നമ്മുടെ ബോഡി ലാംഗ്വേജ് അവിടെ വലിയൊരു ക്രൂഷ്യൽ റോളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഐ കോണ്ടാക്റ്റ്. നമ്മൾ ഈ ഐ കോണ്ടാക്റ്റ് പ്രോപ്പർ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഞാൻ തല താഴ്ത്തിയിട്ട് അല്ലെങ്കിൽ കണ്ണൊക്കെ താഴ്ത്തിയിട്ട് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയോ? ദീപക്കിന് എന്തോ നാണം കൂടുതലുണ്ട്, ഷൈ ആണ്, ദീപക്ക് നെർവസ് ആണ്, ദീപക്ക് ഒരു അൺട്രസ്റ്റ്വർത്തി പേഴ്സൺ ആണ്, ദീപക്കിന് കോൺഫിഡൻസ് ഇല്ല. നമ്മളൊരു വാക്ക് പറയുന്നതിന് മുന്നേ തന്നെ നമ്മളെ വിലയിരുത്തി കഴിഞ്ഞു. ചിലപ്പോൾ നമുക്ക് ഒരുപാട് ടെക്നിക്കലി അറിയുന്ന ഒരാളാണ്, പക്ഷേ എൻ്റെ ഐ കോണ്ടാക്റ്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതായിട്ട് കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ കോണ്ടാക്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേറ്ററായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ലാക്ക് ഓഫ് ഐ കോണ്ടാക്റ്റ്. ഇന്ന് തന്നെ അത് ക്ലിയർ ചെയ്യാനുള്ള പരിപാടി നോക്കണേ. രണ്ടാമത്തെ ഒരു കാര്യം പറയട്ടെ, ഐ കോണ്ടാക്റ്റ് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ബോഡി ലാംഗ്വേജ്. പല ആളുകളും ശ്രദ്ധിക്കുന്നില്ല. പല ആളുകളും കോണ്ടൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യും, പറയാനുള്ള PPT പ്രസൻറ്റേഷനൊക്കെ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഇത് എത്രമാത്രം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് നമ്മളൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പോസ്ചർ, അതുപോലെ തന്നെ സ്ലൗച്ചിങ്, നമ്മളിങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നൊരു പോസ്ചറൊക്കെ ഒരു ആളുകളിടയിൽ നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് മാത്രമല്ല, ദീപക് ഒരു ക്ലോസ്ഡ് പേഴ്സൺ ആണ്, ഒരു അപ്രോച്ചബിൾ പേഴ്സൺ അല്ല എന്നാണ് അവിടെ മനസ്സിലാക്കുന്നത്. അതിന് പകരം നമ്മൾ ഓപ്പൺ ആവുക, ഒരു ഓപ്പൺ പോസ്ചറിലേക്ക് പോയി നോക്കിയേ. അപ്പോൾ ഒരു അപ്രോച്ചബിൾ പേഴ്സണായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, പോസിറ്റീവായിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പൺ പോസ്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഇരിക്കുകയാണെങ്കിലും നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, ഒരിക്കലും കുനിഞ്ഞുകൂടി നിൽക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് നെഞ്ചു വിരിച്ച് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തന്നെ നമ്മൾ നിന്ന് സംസാരിക്കണം, നിന്ന് പഠിക്കണം. അത് നമ്മൾ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത് മുന്നിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഒരിക്കലും ഈ മിസ്റ്റേക്ക് വരുത്തരുത്, ഒരു പുവർ ബോഡി ലാംഗ്വേജ് നിങ്ങൾക്ക് ഉണ്ടാവരുത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, ഞാൻ ആദ്യമേ പറഞ്ഞു, ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചില മിസ്റ്റേക്കുകൾ വരുത്തും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻകൺസിസ്റ്റൻറ്റ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും, അല്ലെങ്കിൽ എപ്പോഴും ട്രെയിനിങ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ബുക്ക് വായിച്ചാലൊക്കെ എന്താ പറയാം? നല്ല ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, അത് നല്ലതാണ്. പക്ഷേ എവിടെ ചിരിക്കണം, എപ്പോൾ ചിരിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തി സീരിയസ് ആയിട്ടൊരു കാര്യം പറയുകയാണ്, അപ്പോൾ നമ്മൾ ചിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എന്നാൽ അദ്ദേഹം ഒരു കോമഡി പറയുകയാണ്, അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇതിന് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം. ഫേഷ്യൽ എക്സ്പ്രഷൻ ഒരു ക്രൂഷ്യൽ റോളാണ്. നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു, നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളത് ഇഷ്ടപ്പെടുന്നു, നിങ്ങളത് സ്വീകരിക്കുന്നു, നിങ്ങൾക്കത് ഇഷ്ടമല്ല എന്നൊക്കെ നമുക്ക് പറയാൻ ഒരു വാക്കുപോലും വേണ്ട, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മതി. അപ്പോൾ അതൊന്ന് മാറിക്കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ തന്നെ താളം തെറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, നല്ല ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ഒരു വലിയൊരു മിസ്റ്റേക്ക് പറഞ്ഞു തരട്ടെ, നോട്ട് മിററിങ് ദ ലിസണേഴ്സ് എനർജി എന്നാണ് പറയുക. അപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ സംസാരിക്കുകയാണ്. എന്താണ് മിററിങ് എന്ന് പറഞ്ഞാൽ? ആ വേർഡ് തന്നെ ഉണ്ട്, മിററിങ് ദ ലിസണേഴ്സ് എനർജിയാണ്. ഇപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ സംസാരിക്കുകയാണ്, നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് പറയണം, അടിപൊളി സംഭവമായിരുന്നു, എനിക്ക് ഇന്നലെ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാണ്. നമ്മളൊരു ഫീലിംഗ് ഇല്ലാതെ കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഈ ഇന്നസെൻ്റ് മിഥുനത്തിൽ നിൽക്കുന്ന പോലത്തെ ഫീലിങ്ങിൽ നിന്ന് എങ്ങനെ ഉണ്ടാവും? ഇതോടുകൂടി ആ കമ്മ്യൂണിക്കേഷൻ അവിടെ എന്താ ചെയ്ത് കൊളായി അല്ലേ? അപ്പോൾ ആൾ നല്ല എക്സൈറ്റഡ് ആയി വന്നു, നമ്മൾ എന്ത് ചെയ്തു? എന്താ സംഭവിച്ചത്? പറയും. ആ ഒരു ത്രില്ലോട് കൂടി നമ്മൾ കേട്ടു നോക്കി, അവർക്ക് ഭയങ്കര ഇഷ്ടമാവും നമ്മളെ. ഇതാണ് മാച്ചിങ് അല്ലെങ്കിൽ മിററിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ വലിയ വിഷമത്തോടു കൂടി സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ആ ഒരു മാച്ചിങ് നമുക്ക് ഉണ്ടാവണം. അങ്ങനെ സംഭവിച്ചാണ്ടല്ലോ അവർ അത്രയും നമ്മൾ ഇഷ്ടപ്പെടും, ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് മാറും. അങ്ങനെ നമ്മൾ ആ ഒരു മിററിങ് ശ്രദ്ധിച്ചാൽ, ആ മാച്ചിങ് ശ്രദ്ധിച്ചാൽ ആ കമ്മ്യൂണിക്കേഷൻ സൂപ്പറാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം മിസ്റ്റേക്കുകൾ കണ്ടെത്തൂ. നമ്മൾ വരുത്തുന്ന ഈ മിസ്റ്റേക്കുകളെ നമ്മളെ പ്രാക്ടീസിങ്ങിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും. എന്തൊക്കെയാണ്? ഒന്ന്, ലാക്ക് ഓഫ് ഐ കോണ്ടാക്ട്, പുവർ ബോഡി ലാംഗ്വേജ്, ഇൻകൺസിസ്റ്റന്റ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നോട്ട് മിററിങ് ദ ലിസണേഴ്സ് എനർജി. ലിസണറുടെ എനർജി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? സംസാരിക്കുക. ആ മിസ്റ്റേക്ക് മനസ്സിലാക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. നാളത്തെ ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്ററായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം.